കാർത്തിക്, ഇപ്പോൾ വാഴക്കൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. രണ്ട് പേരുകൾ കൂടി നിർദ്ദേശിക്കുന്നു. രണ്ടുപേർ മെറിറ്റുള്ള രണ്ട് പേരുകളാണ്. അത് ഗ്രൂപ്പിന്റെ പേരിലല്ല അങ്ങനെ നിർദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഗ്രൂപ്പ് കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ടുപേരുടെയും മെറിറ്റ് ശരിയാണ്. 4ാം തവണ MLA-മാരാകുന്ന രണ്ടുപേർ, അൻവർ സാദത്തും IC ബാലകൃഷ്ണനും. അതിൽ ഒരു പ്രധാന വിഷയം, അൻവർ സാദത്തിനെ ഈ മന്ത്രിസഭയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെക്കാൾ കൂടുതൽ ഉൾപ്പെടുത്തുക പ്രയാസമാണ്. കാരണം 5 പേർ ലീഗിന്റെ മന്ത്രിമാർ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ്. കോൺഗ്രസ് പരമ്പരാഗതമായി ഒരാളെയാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തുന്നത്. ഇനി ഒന്നല്ലെങ്കിൽ 2 പേർ എന്ന് പറയാം. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ നിൽക്കുകയാണ്, T സിദ്ദിഖ് നിൽക്കുകയാണ്, അൻവർ സാദത്ത് നിൽക്കുകയാണ്. ഇതൊരു വല്ലാത്ത പ്രതിസന്ധി അല്ലേ? ലീഗിന് 5 മന്ത്രിമാർ എന്തായാലും ഇന്ന് മന്ത്രിസഭയിൽ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിക്കേ സാധ്യതയുള്ളൂ. അതിലാണ് ഇപ്പോൾ ഈ ഇക്വേഷൻസ് നോക്കി വിവിധ നേതാക്കൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചില പുതിയ പേരുകൾ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത ചില പുതിയ പേരുകൾ കൂടി ഈ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പരിഗണനാ പട്ടികയിലേക്ക്, സജീവ ചർച്ചകളിലേക്ക് അവസാന റൗണ്ടിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കിരൺ ചോദിച്ച ഷാനിമോൾ ഉസ്മാൻ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ രണ്ടഭിപ്രായമുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ അത് ഉറപ്പിച്ചു നൽകിയിരുന്ന പേരാണ്. പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പല സമവാക്യങ്ങൾ ഈ മന്ത്രിസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ നോക്കണം. സ്വാഭാവികമായും അതിൽ സാമുദായിക പ്രാതിനിധ്യം, അതോടൊപ്പം തന്നെ ജില്ലകളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നിലവിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിലേക്ക് എത്തും എന്ന് ഉറപ്പാക്കിയതോടുകൂടി രമേശ് ചെന്നിത്തല ഹരിപ്പാട് MLA ആഭ്യന്തരമന്ത്രിയാകുന്നു. അതോടൊപ്പം M ലിജു കൂടി ഈ മന്ത്രിസഭയിലേക്ക് സാമുദായിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനാണ് മേൽക്കൈ നിലവിൽ. അതായത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് നിലവിൽ തന്നെ 2 മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ നിന്നുള്ള 3ാമത്തെ ഒരു മന്ത്രി, അതിനുള്ള സാധ്യതകൾ വിദൂരമാകുന്നു. ആ ഘട്ടത്തിലാണ് ചില പുതിയ പേരുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും പുതിയതായി KC ക്യാമ്പിൽ സജീവ ചർച്ചകളിലുള്ള 2ാം വനിതാ മന്ത്രിയുടെ പേര് KA തുളസിയാണ്. സ്വാഭാവികമായും പാലക്കാട് നിന്ന് ലീഗിന് N ഷംസുദ്ദീൻ മന്ത്രിയായി ഒരുപക്ഷെ വന്നേക്കാം. മറ്റു മന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന് ഇല്ല. ആ അർത്ഥത്തിൽ കൂടി പരിഗണിക്കുന്നുണ്ട് ഈ പേര് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും KA തുളസിയുടെ പേര് അവസാന നിമിഷം ഈ മന്ത്രിമാരുടെ പരിഗണനാ പട്ടികയിലേക്ക് സജീവ ചർച്ചയാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ അവർക്ക് അനുകൂല ഘടകങ്ങളായി വരുന്നത് ആലപ്പുഴയിൽ നിന്ന് 3ാമതൊരു മന്ത്രി വേണമോ, അങ്ങനെ ഒരു മന്ത്രി ആവശ്യമുണ്ടോ എന്ന തരത്തിൽ ചർച്ചകളുണ്ട്. പ്രത്യേകിച്ച് സുപ്രധാന വകുപ്പുകൾ, അതായത് ആഭ്യന്തര മന്ത്രി തന്നെ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ M ലിജു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു. ഇനി ഒരു വനിതാ മന്ത്രി കൂടി ആലപ്പുഴയിൽ നിന്ന് ഒരു വനിതാ പ്രാതിനിധ്യത്തിൽ ഷാനിമോളെ കൊണ്ടുവരണോ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുന്നു. അവിടെ സജീവ ചർച്ചകളിലേക്ക് KA തുളസിയുടെ പേരെത്തുന്നു. ഇനി നമ്മൾ കിരൺ ആദ്യം ചോദിച്ച കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അതായത് 2 അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു. സ്വാഭാവികമായും നമുക്കറിയാം 3 നേതാക്കൾ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ക്യാമ്പിലെ 1ാമൻ, അതായത് AP അനിൽകുമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് നമ്മൾക്ക് ഏറെക്കുറെ ഉറപ്പാണ്. അത് ഉറപ്പിക്കുകയും ചെയ്യാം ഈ ഘട്ടത്തിൽ. പക്ഷേ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് പോലെ അല്ല, വളരെ സുപ്രധാനമായ വകുപ്പുകളിലേക്ക് AP അനിൽകുമാർ ഈ മന്ത്രിസഭയിൽ വരും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ റവന്യൂ വകുപ്പ് പോലെ ശക്തമായ വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കും. അതിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ എത്തുന്നതും. മറ്റ് ചില മന്ത്രിമാർ, നമ്മൾ നേരത്തെ തന്നെ ഈ മന്ത്രിസഭയിൽ എത്തും എന്ന് ഉറപ്പിച്ച മന്ത്രിമാർ K മുരളീധരനാണ്. ആരോഗ്യ വകുപ്പാണ് K മുരളീധരൻ നൽകുന്നതിൽ ഇപ്പോൾ സജീവ ചർച്ചകളിലുള്ളത്. PC വിഷ്ണുനാഥ് ഈ മന്ത്രിസഭയിൽ അംഗത്വം ഏറെക്കുറെ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നു. സാംസ്കാരിക വകുപ്പ് അടക്കമുള്ള വകുപ്പുകൾ PC വിഷ്ണുനാഥിന് നൽകാനുള്ള ചർച്ചകളാണ് അണിയറയിൽ സജീവമായി ഉള്ളത്. മറ്റൊന്ന് ധനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി തന്നെ ധനകാര്യം ചെയ്യുമോ, അതോ കോൺഗ്രസിലെ മറ്റൊരു നേതാവിനെ ധനകാര്യ വകുപ്പ് ഏൽപ്പിക്കുമോ? അങ്ങനെ എങ്കിൽ ആ ഓപ്ഷൻ അത് തിരുവഞ്ചൂരിലേക്ക് എത്തും. ധനകാര്യ വകുപ്പിലുള്ള താല്പര്യം വ്യക്തിപരമായി VD സതീശനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് ഹൗസിലെത്തി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ സ്പീക്കർ സ്ഥാനത്തിനുള്ള താല്പര്യക്കുറവ് പറയാതെ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ അഭിപ്രായം കൃത്യമായി പങ്കുവച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത്
തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്തേക്കോ മന്ത്രിസ്ഥാനത്തേക്കോ ആണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അദ്ദേഹം ക്യാബിനറ്റിലുണ്ടെങ്കിൽ സുപ്രധാന വകുപ്പ് അദ്ദേഹത്തിനുണ്ടാകും. അദ്ദേഹം മുന്നോട്ട് വെച്ച അഭിപ്രായം അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പിൽ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷെ അപ്പോഴും സജീവ ചർച്ചകളിൽ നിറയുന്നത് ഇങ്ങനെയാണ്. വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഒരു ഫ്രഷ്നെസ് ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. ഇതുവരെ ചർച്ചകളില്ലാത്ത പുതിയ പേരുകൾ ചർച്ചകളിലേക്ക് അവസാന റൗണ്ടിൽ വരുന്നു. കിരൺ, ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഭയങ്കര സന്തോഷമാണ് അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഒരു തിരുത്ത്, കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ലാത്ത സ്ഥാനാർത്ഥി. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ലാത്ത ഒരു സ്ഥാനാർത്ഥി ആദ്യമായി ജയിക്കുന്നതാണ്. അപ്പോ UDF വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് അധികാരത്തിൽ വരികയാണ്. മറ്റന്നാള് അധികാരം ഏറ്റെടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു 2 ദിവസം മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് എത്തിയപ്പോ UDFന്റെ നേതാക്കന്മാരെയെല്ലാം കാണുക. കാരണം UDFന്റെ പിന്തുണയോടുകൂടി ആണ് ഞാൻ മത്സരിച്ചത്, ജയിച്ചത്. CPM-നകത്ത് നിന്ന് വലിയ തോതിൽ വോട്ട് ഇറക്കി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിഷ്പക്ഷമതികളായ നിരവധി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് എന്റെ വിജയം. അത് ആ നിലയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മത്സരിച്ചത്. അപ്പൊ UDF പിന്തുണച്ചു. അപ്പൊ ആ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമയത്ത് മറ്റൊന്നും പറയാനില്ല. നിയുക്ത ആഭ്യന്തരമന്ത്രിക്ക് ആശംസ നേരുകയാണ്. ആഭ്യന്തരമന്ത്രിയാണോ അല്ലയോ എന്നുള്ളത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ്. വകുപ്പ് വിഭജനം നടന്നു, ആരൊക്കെയാണ് മന്ത്രിമാരെന്നത് എനിക്കിപ്പോ അറിയുന്ന ഒരു കാര്യമല്ല. അറിഞ്ഞാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. അല്പസമയം മുമ്പ് പ്രതികരിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ അല്ല, ഞാൻ ഹാപ്പിയാണോ ഇല്ലയോ എന്നുള്ളതല്ല. ഇതൊക്കെ മറുപടി പറയേണ്ടത് ഞാനല്ല, എന്റെ പാർട്ടിയാണ്, മുഖ്യമന്ത്രിയാണ്. അങ്ങയുടെ ആവശ്യങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് തന്നെ എന്നത് ഉറപ്പായി കഴിഞ്ഞു. അതോടൊപ്പം VV അരുൺ മറ്റു വിവരവുമായി ചേരുന്നുണ്ട്. അരുണ, ഈ സത്യപ്രതിജ്ഞയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തുന്നു എന്നത് കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ടോ? അരുൺ, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം എത്തുമെന്ന കാര്യത്തിൽ ഏതെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? വിജയ് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന പൊതുഭരണ വകുപ്പ് ലഭിച്ചിരിക്കുന്ന സന്ദേശം. വിജയ് തിങ്കളാഴ്ച രാവിലെ 9 മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തും. 2 മണിക്കൂർ അദ്ദേഹം ഇവിടെ ഉണ്ടാകും. 10 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് 11 മണിക്ക് തിരികെ പോകുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ലഭിക്കുന്ന സൂചനകൾ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജെറ്റ് വിമാനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത്. സാധാരണ എല്ലാ സർക്കാരുകളും അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട്. പക്ഷേ വിജയ് വരുമ്പോൾ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. വിജയ് സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്നതിന് അപ്പുറത്തേക്ക് വലിയ ആരാധക വൃന്ദമുള്ള ഒരു സിനിമാ താരം കൂടിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ തലസ്ഥാനത്തൊക്കെ വലിയ ആരാധക വൃന്ദമുള്ള ഒരു സിനിമാ താരം കൂടിയാണ്. ആ ഒരു ഗ്ലാമർ പരിവേഷം കൂടി സ്വാഭാവികമായും സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, തമിഴ്നാട് കന്യാകുമാരി ജില്ല തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകർ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. വിജയ് എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു. അത്തരം ഒരു സന്ദേശം സംസ്ഥാന പൊതുഭരണ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേരും. 11 മണിക്ക് മടങ്ങും. ഈ രീതിയിലാണ് ഇപ്പോഴുള്ള അറിയിപ്പ്. ഇതിനു പുറമെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൂടി ഇവിടേക്ക് എത്തും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് എന്നിവരും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തും. ACCയുടെ നേതൃത്വം, സോണിയാഗാന്ധി ഒഴികെയുള്ള പ്രധാന നേതാക്കൾ ഒന്നടങ്കം
തിരുവനന്തപുരം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഭാഗഭാക്കാകാൻ എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകും. സച്ചിൻ പൈലറ്റ് അടക്കമുള്ള ACC ഭാരവാഹികൾ ഉണ്ടാകും. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ഭരണം അത് അങ്ങേയറ്റം ആഘോഷമാക്കുകയാണ് കോൺഗ്രസ് UDF സർക്കാർ. അതിന്റെ ഭാഗമായാണ് ഇത്ര വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇവിടേക്ക് എത്തുന്നത്. വിജയ് ആ നേതാക്കളുടെ നിരക്ക് അല്ലെങ്കിൽ ആ VVIP പട്ടികയ്ക്ക് കൂടുതൽ താരപരിവേഷം നൽകും, ഗ്ലാമർ പരിവേഷം നൽകും. കിരൺ, ശരി, VVRനാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഒരു മുഖ്യമന്ത്രി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വിജയ് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ബേസ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലൊക്കെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു നടൻ കൂടിയാണ് വിജയ്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് എത്തുന്നതെങ്കിലും ആ തരത്തിൽ കൂടി വലിയ തരത്തിലുള്ള ജനത്തിരക്കുണ്ടാവാനുള്ള സാധ്യത കൂടി എന്തായാലും തെളിഞ്ഞിരിക്കുന്നു. ഒരു ഗ്ലാമർ വേദിയിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രിയായി മന്ത്രിമാരും എല്ലാവരും സ്ഥാനമേൽക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ഈ മന്ത്രിമാർ ആരൊക്കെ എന്ന ചർച്ചയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.